ഈ കോൺഗ്രസിലെ കെ മുരളീധരന് ഉം. എപ്പോഴും വലിയൊരു രക്ഷകനായിട്ട് നിന്നിട്ടുള്ള ആളാണ്. ഉം. പക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉം. മുരളീധരൻ ഇങ്ങനെ മണ്ഡലം നോക്കി നടക്കുകയാണ്. ഉം. ഇനിയും BJPയെ തോൽപ്പിക്കാനുള്ള എന്ന് പറഞ്ഞുകൊണ്ട് ഉം. തനിക്കിനി ബലിയാടാകാൻ വയ്യ ഉം. എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. വളരെ സേഫായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് മുരളീധരന് പോകണം. ഉം. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം വട്ടിയൂർക്കാവിൽ ഇനി അദ്ദേഹം ഒരു പരീക്ഷണത്തിന് മുടങ്ങുകയില്ല. കാരണം കാറ്റ് മാറി വീശി തുടങ്ങി തിരുവനന്തപുരത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞത് പലതവണ പറഞ്ഞതുപോലെ തന്നെ. എന്ന് മാത്രമല്ല, കേരളത്തിൽ മൊത്തത്തിൽ കാറ്റ് മാറി വീശുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ ധൈര്യമായിട്ട് ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ, മലയാള പത്രത്തിന് തന്നെ കൊടുത്ത അഭിമുഖത്തിൽ അമിത്ഷാ അതിശക്തമായിട്ട് പറഞ്ഞത് 2026 മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നില്ല. അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് 2026 കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സാന്നിധ്യം BJPയുടേതായിരിക്കും. ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും പോയി. അതുപോലെ തന്നെ അദ്ദേഹം അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ BJP പ്രവർത്തകർ കാര്യങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പഠിക്കണം. ഈ സൂക്ഷ്മമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ വോട്ട് നേടാൻ വേണ്ടി അവർ ചില പോക്കറ്റുകളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ അർത്ഥം. പ്രധാനമായിട്ടും അത് ന്യൂനപക്ഷ പോക്കറ്റുകളിലേക്ക് കുറച്ചുകൂടി തീവ്രമായിട്ട് അവർ പോകണം. ഹിന്ദു വോട്ടുകൾ കൊണ്ട് മാത്രം, ഹിന്ദു വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് വിഘടിച്ച് നിൽക്കുന്ന വോട്ടുകൾ, സംഘടിപ്പിച്ച് നിൽക്കുന്ന സംഘടിത മതങ്ങളുടെ വോട്ട് പോലെ അത്ര ശക്തം, അത് ചിതറിപ്പോകും. അതുകൊണ്ട് ചില സൂക്ഷ്മമായ മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന് പറയും. അത് കുറേയൊക്കെ ഫലപ്രദമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീ പ്രവേശനം മനോരമയും മാതൃഭൂമിയും ഒക്കെ എഡിറ്റോറിയലായിട്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവർ യാതൊരു വിധമായിട്ടുള്ള രേഖകളുമില്ലാതെ ഒരു നക്സലൈറ്റ് ബാധിത പ്രദേശമായിട്ടുള്ള ദർഗയിൽ നിന്നും വന്നിട്ടുള്ള പേരാണ്. ഈ ദർഗയിൽ നിന്ന് വരുന്ന എല്ലാവരെയും സംശയത്തോടു കൂടിയാണ് സംസ്ഥാന പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏതാനും 6 മാസങ്ങൾക്കകം അവിടെ നക്സൽ ബാധ കംപ്ലീറ്റ് ഒഴിവാക്കി ഈ സംസ്ഥാനത്തെ നക്സൽ മുക്തമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പേരില്ല, ഐഡൻറ്റിറ്റി കാർഡില്ല, ട്രെയിൻ ടിക്കറ്റ് ഇല്ല, അങ്ങനെ 3 പെൺകുട്ടികളെ കണ്ടെത്തി. തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാതെ വേറൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുപോകുക. 200 കിലോമീറ്റർ ദൂരെ, തൊട്ടടുത്ത് 20 കിലോമീറ്റർ ദൂരെയുള്ള റെയിൽവേ സ്റ്റേഷനിലാക്കാതെ പോയിട്ട് പിന്നെ കൊണ്ടുപോകുന്നത് ആഗ്രയിലേക്കാണ്. ആഗ്രയിലേക്ക് എന്താ, അവിടെ പോയി അടിമപ്പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെ. അതുകൊണ്ടാണ് മനുഷ്യക്കടത്തെന്ന് പറഞ്ഞത്. അവിടെ പല ആശുപത്രികളിലും ഇതുപോലെ ആദിവാസികൾ, അവർക്ക് ശമ്പളത്തിനെ കുറിച്ച് ബോധമില്ല. നമ്മുടെ വയനാട്ടിലെ അഗളിയിലെ ആദിവാസികളെ പോലെ ശമ്പളം കൊടുക്കാതെ കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണിത്. അവിടെ വേഷത്തിൽ അവർ സിസ്റ്റർമാരുടെ വേഷം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശുദ്ധമായ മനുഷ്യക്കള്ളക്കടത്തും അതുപോലെ മതപരിവർത്തനവും. ഇവരെ മതവും കൂടെ മാറ്റും, ശമ്പളം കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. അവിടെ ജോലിക്കാരെ കിട്ടാൻ പ്രയാസം ഇപ്പോൾ. അപ്പോൾ അതും പരിഹരിക്കും. കുറഞ്ഞ ശമ്പളത്തിന് ഒരു ശമ്പളവും കൊടുക്കാതെയും പണി നടത്താൻ പറ്റും എന്നുള്ള വാർത്ത മാതൃഭൂമിക്കും മനോരമയ്ക്കും അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇതൊരു വലിയ വിഷയമാക്കിക്കൊണ്ട് കേരളത്തിൽ ആ ഒരു ക്രിസ്ത്യൻ പോക്കറ്റിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നത് തടയുക എന്നുള്ള ലക്ഷ്യമാണ്. രണ്ടും കോൺഗ്രസിൻ്റെ താല്പര്യമാണ് നോക്കുന്നത്, മാതൃഭൂമിയും മനോരമയും ആണല്ലോ. ആ താല്പര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ വലിയൊരു ഇഷ്യൂ ആയിട്ട്. അതേസമയം തന്നെയാണ് വാർത്ത വന്നത് പത്രത്തിൽ, ചെറിയ ഒരു കോളമായിട്ട് 25 ക്രിസ്ത്യാനികളെ അവിടെ കൊന്നു IS പിന്തുണയുള്ള ഭീകരർ നൈജീരിയയിൽ. ബംഗ്ലാദേശിൽ പള്ളി നടത്തപ്പോൾ ഇതുപോലെ വല്ല വാർത്തയും നമ്മൾ കണ്ടോ? ഇതുപോലെ ബഹളം വല്ലതും കണ്ടോ? ലോകത്തിൻ്റെ പാകിസ്ഥാനിൽ പള്ളി പൊളിച്ചപ്പോൾ, പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളെ പള്ളിയിലിട്ട് കൊന്നപ്പോൾ ഒരു വാർത്തയും വന്നില്ല, ഒരു പ്രതിഷേധവും കണ്ടില്ല. മുനമ്പത്ത് ക്രിസ്ത്യാനികളുടെ വസ്തുവെല്ലാം വകവെന്നും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോകുമ്പോൾ ഈ നേതാക്കന്മാരെ വല്ലതും നമ്മൾ കണ്ടോ? ഒരു മെഴുകുതിരി പ്രകടനം പോലും നമ്മൾ കണ്ടോ? ഒരു കന്യാസ്ത്രീ ഇവിടെ രംഗത്തിറങ്ങിയില്ലല്ലോ. ഒരു പാതിരിയും ഒരു വൈദികനും അല്ലെങ്കിൽ ഒരു വിശുദ്ധ പിതാവിനെയും നമ്മൾ ഇതിൽ പ്രതിഷേധിക്കുന്നതായിട്ട് കണ്ടില്ല. അവിടെ കുറേ പാവങ്ങൾ, അവരെ പള്ളി, അവിടുത്തെ ഇടവകയിലെ പള്ളി വികാരികളൊക്കെ പങ്കെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് അതിനെ വളരെ ശക്തമായ രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന് അറിയാം, ആ പോക്കറ്റ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അനൂപ് ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഷോൺ ജോർജിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി ഛത്തീസ്ഗഡിലേക്ക് ഇന്ന് പോയിരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രിയെയും കാണും. പക്ഷേ പ്രമാദമായ കേസാണിത്. ജാമ്യം പോലും കിട്ടാത്ത കേസാണിത്. മനുഷ്യക്കടത്തെന്ന് പറയുന്നത് അതും പെൺകുട്ടികളെയാണ്. പെൺകുട്ടികളെ ഏതെല്ലാം തരത്തിൽ നമുക്കറിയാം. തിരുനെല്ലിയിലെ പല അമ്മയില്ലാത്ത കുട്ടികളുടെയും അമ്മയില്ലാത്ത ശിശുക്കളുടെ ശവശരീരങ്ങൾ തിരുനെല്ലിയിലെ ഇല്ലിമുളം കാടുകൾക്കടിയിൽ നമുക്ക് അതിൻ്റെ അസ്ഥികൂടങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണോ? സിസ്റ്ററായാലും സന്യാസിയായാലും
മുല്ലയായാലും അത്തരം തെറ്റുകൾ പിന്തുണയ്ക്കുകയാണോ പത്രധർമ്മം എന്ന് പറയുന്നത്? അതാണ് നടന്നിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഏശാൻ പോകുന്നില്ല. കാരണം ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ് ഇവിടുത്തെ ക്രിസ്തീയ ഭൂരിപക്ഷം. ഇതൊരു സമ്മർദ്ദതന്ത്രമാണ്. മനുഷ്യക്കടത്തും തെറ്റും ചെയ്ത ഈ സന്യസ്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടക്കട്ടെ, അവരുടെ രാഷ്ട്രീയം അതങ്ങനെ നടക്കട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ എന്ന് പറയാനുള്ളൊരു പക്വത നമ്മുടെ വൈദിക സമൂഹം കാണിച്ചിട്ടില്ലേ? അത് കാണിക്കേണ്ടതല്ലേ? പത്രങ്ങൾ കാണിക്കേണ്ടതല്ലേ? ഇതുപോലെ തന്നെ മുത്തശ്ശി പത്രങ്ങളായ മാതൃഭൂമിയും മനോരമയും ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്ത്യാനികളാണ് ആക്രമിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികളാണ്. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. കേരളത്തിലെ മലപ്പുറത്ത് പോയി ഈ വേഷത്തിൽ നിങ്ങൾക്ക് മതപരിവർത്തനം നടത്താൻ പറ്റുമോ? മനുഷ്യക്കടത്ത് നടത്താൻ പറ്റുമോ? ജീവനോടെ തിരിച്ചു പോരാൻ പറ്റുമോ? ഇതുപോലെ ഒരു കന്യാസ്ത്രീ വേഷം ബംഗ്ലാദേശിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? പാകിസ്ഥാനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ആ വേഷം ഉപയോഗിച്ചുകൊണ്ട് അധസ്ഥിതരെ അല്ലെങ്കിൽ അവിടുത്തെ ആരെയെങ്കിലും പരിവർത്തനം നടത്താൻ ധൈര്യപ്പെടുമോ? ശരിയാണ്, ഇന്ത്യയുടെ വൈവിധ്യത്തിലെ നാനാത്വത്തിലെ ഏകാത്വം, അത് ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ അവകാശമുണ്ട്. മതം മാറാനുള്ള അവകാശമാണ് കൊടുത്തിട്ടുള്ളത്, മതം മാറ്റാനുള്ള അവകാശമല്ല കൊടുത്തിട്ടുള്ളതെന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ മുതൽ മഹാത്മാഗാന്ധിമാരെയുള്ള മഹാന്മാരെല്ലാം തന്നെ നിർബന്ധിത മതപരിവർത്തനം, അതെങ്ങനെ നിർബന്ധിക്കുകയല്ല, പണം കൊടുക്കുക, ഇതുപോലെ ജോലി കൊടുക്കുക, അങ്ങനെ അതിൻ്റെ കെയർ ഓഫ് മതം മാറ്റുക എന്ന് പറയുന്നത് ഒരു ചതിയാണ്, വഞ്ചനയാണ്, അസത്യമാണ്, യേശു ക്രിസ്തുവിന് പോലും നിരക്കാത്ത കാര്യമാണ്. അങ്ങനൊരു തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ആർഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കേസ് വരികയില്ല. അവർക്ക് സുരക്ഷിതമായിട്ട് പോകാമായിരുന്നു എന്നുള്ള സത്യമാണ്. ഇത് തന്നെയല്ല, ഇത് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അവിടുത്തെ മധ്യപ്രദേശിലെ മുൻ ഗവൺമെൻറ്, അത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തും ഇതുപോലെ നിയമം ഉണ്ടാക്കി. എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാരാണ് ഈ മിഷണറിമാരെ പ്രോത്സാഹിപ്പിച്ചത്. അന്നും ഉണ്ടായത്. കാരണം അത് വലിയ വിദ്വേഷത്തിനും വർഗീയ വിദ്വേഷത്തിനും ഗോത്ര കലാപത്തിനും മതം മാറ്റിയവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആ തെറ്റ് ചെയ്ത ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്രങ്ങൾ കലഹങ്ങൾ നടത്തിയിരുന്നു. ബിർസ മുണ്ടയൊക്കെ ആ ജാതി ആ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അവരുടെ വിശ്വാസങ്ങളെ ആരാധനകളെ ഹനിക്കുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കലഹങ്ങളിലേക്കും കലാപങ്ങളിലേക്കും പോയിട്ടുള്ളതാണ്. അവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ആ നിയമം കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ ഛത്തീസ്ഗഡിലെ ഈ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പോക്കറ്റുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ഒന്നും കഴിയില്ല. അത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. അങ്ങനെ കൊണ്ടുവരാൻ കഴിയാത്ത വിധം ക്രിസ്ത്യൻ പക്ഷം മുനമ്പം കാര്യത്തിൽ തന്നെ ശരിയായ നിലപാട് ഏത് പാർട്ടിയാണ് എടുത്തതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് BJP ആ പോക്കറ്റുകളിൽ ഇനിയും കൂടുതൽ ശക്തമായിട്ട് പോകും. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുമൊക്കെ പ്രധാനമന്ത്രിയെ കാണാൻ പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഈ പ്രശ്നത്തിൽ. എന്തുകൊണ്ട് പോകുന്നു? ഇത് അമിത്ഷാ നിരീക്ഷിച്ചതുപോലെ സൂക്ഷ്മമായിട്ട് തൃണമൂല തലത്തിലേക്ക് ഇപ്പോഴത്തെ ഭീതി പേറുന്ന ന്യൂനപക്ഷമായി ക്രിസ്തീയ സമൂഹത്തിലേക്ക് തന്നെ പോവുകയാണ്. ആ ഒരു പിന്തുണ കൊണ്ട് മാത്രമേ ഈ പറഞ്ഞ പോലെ ഒരു വർഷത്തിനപ്പുറം 2026 BJPക്ക് ശക്തമായി തിരിച്ചു വരണം. അപ്പോൾ വിജയനാഥ് ചോദിച്ച ചോദ്യം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ മിക്കവാറും മണ്ഡലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലാണ്. അവിടെ നിന്നാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് ഇപ്പോൾ സേഫല്ല. ഇപ്പോൾ ഇദ്ദേഹം മത്സരിക്കാൻ പോകുന്ന കൊയിലാണ്ടിയാണെന്ന് പറയുന്നു. അവിടെ സേഫായിരിക്കും. കാരണം മുരളീധരൻ്റെ വ്യക്തിപരമായ സ്വാധീനം, അതുപോലെ മതേതരനാണെന്നുള്ള ബോധം, അതുപോലെ തന്നെ CPMൻ്റെ സിറ്റിംഗ് MLA ആണ് ഇപ്പോൾ ഉള്ളത്, അതിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊയിലാണ്ടിയാണ് അദ്ദേഹത്തിന് സേഫായിട്ടുള്ളൊരു സീറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് അവശേഷിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ഇനിയൊരു വട്ടം കൂടി വരാൻ മുരളീധരൻ ധൈര്യപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ വട്ടിയൂർക്കാവിനോട് വിരോധമുണ്ടായിട്ടല്ല, രാഷ്ട്രീയ സ്റ്റഡി, പൊളിറ്റിക്കൽ സ്റ്റഡി അദ്ദേഹം നടത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം.